പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ സൂചി കൊണ്ടെടുക്കാവുന്നതിനെ JCB കൊണ്ട് എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതിപ്പോൾ നമ്മൾ സൂചി കൊണ്ടങ്ങ് എടുത്തു, വളരെയധികം സഹായിച്ചു. രാജീവ് മിനിസ്റ്റർ അവരുടെയൊക്കെ സഹകരണം, MLA-മാരുടെ സഹകരണം, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, ആലുവ മുനിസിപ്പാലിറ്റി, ചാലക്കുടി മുനിസിപ്പാലിറ്റി, അവരുടെയൊക്കെ ഒരു സഹകരണം വളരെ നല്ലതാണ്. അവിടുത്തെ കൗൺസിലർമാരും ചെയർമാൻമാരും ഒക്കെ നമ്മളോട് സഹകരിച്ചു. എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അതിലുപരിയായി യാത്രക്കാരായ ആളുകൾ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനായ യാത്രക്കാരനാണ്. നമ്മുടെ റോഡുകളിൽ വലിയ ട്രാഫിക് കുരുക്കാണ് പല സ്ഥലങ്ങളിൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എറണാകുളം വൈറ്റില മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗം, അതുപോലെ മൂവാറ്റുപുഴ പോകുന്ന വഴിയിൽ അങ്കമാലിയിൽ നിന്ന് കാലടി ഭാഗം. ഈ ഭാഗങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ ഗതാഗത കുരുക്കിൽപ്പെട്ടിട്ടുണ്ട്. അതൊരു സാധാരണ യാത്രക്കാരൻ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. വളരെയധികം സമയം, 1.5 മണിക്കൂർ. എടപ്പള്ളിയിലൊക്കെ വളരെയധികം സമയം കിടക്കാനിടയായിട്ടുണ്ട്. ആലുവയിൽ, അതുപോലെ പറവൂർ കവല, നെടുമ്പാശ്ശേരി, ഇവിടെയെല്ലാം നമുക്ക് അങ്കമാലി, ഇവിടെയെല്ലാം നമുക്ക് ഒരുപാട് സമയം കാത്തു കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥ എൻ്റെ ശ്രദ്ധയിൽ എന്നും പെട്ടിരുന്നതാണ്. ഞാൻ പലപ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ചില ആശയങ്ങൾ തോന്നും. പക്ഷേ ഞാൻ അധികാരമില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ, ഗതാഗത വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ, നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ നേരിട്ട്, ആ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം, ഞാൻ തന്നെ നേരിട്ട് 2 തവണ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അതിൽ ഞാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, എന്നോട് സഹകരിച്ച MLA-മാരുണ്ട്, നാട്ടുകാരുണ്ട്, റെസിഡൻസ് അസോസിയേഷൻകാർ, മറ്റ് പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, ഇവരെല്ലാം എന്നോട് ഇക്കാര്യത്തിൽ സഹകരിച്ചു. ആ സഹകരിച്ചതിൻ്റെ വിജയമാണ് നമുക്ക് ഇടപ്പള്ളി മുതൽ കളമശ്ശേരി നമ്മളൊരു വൺ വേ ആക്കി മാറ്റുകയായിരുന്നു. ആ ഇടപ്പള്ളിയിലെ കുരുക്കുകൾ വളരെ നിസ്സാരമായി ഒരു ദിവസം രാവിലെ നിർദ്ദേശം കൊടുത്ത് വൈകിട്ടിന് മുമ്പ് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ തുടക്കം ഇടപ്പള്ളിയിലെ കുരുക്കാണ്. പിന്നെ ആ ഇടപ്പള്ളിയിലെ കുരുക്കഴിക്കാൻ വേണ്ടി ഞാൻ വളരെ ലളിതമായി എൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് റഫായി വരച്ചു കൊടുത്ത ഈ ഒരു പ്ലാനിലൂടെയാണ് ഇടപ്പള്ളിയിലെ ട്രാഫിക് ജാം അഴിച്ചു മാറ്റിയത്. നമുക്കറിയാം, അവിടെ എത്രയോ മണിക്കൂറുകൾ കിടക്കണം. ലോറികൾ, ടാങ്കറുകൾ, കാറുകൾ എല്ലാവരും അവിടെ കാത്തു കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് അവസ്ഥ മാറ്റാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വൺ വേ വേണം എന്നുള്ള ആശയം ബഹുമാനായ അവിടുത്തെ മിനിസ്റ്ററായിട്ടുള്ള ശ്രീ രാജീവ്, അദ്ദേഹം അവിടുത്തെ MLA ആണ്, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ ഒരു സംവിധാനത്തോട് അദ്ദേഹം സഹകരിക്കുകയും അതിനുവേണ്ടി ആവശ്യമായ സ്പോൺസർമാരെ എല്ലാം കണ്ടുപിടിച്ച് ഏതാണ്ടൊരു 1 കോടി രൂപയോളം ചെലവഴിച്ചാണ് ആ ഒരു റൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തടസ്സമില്ല, വാഹനം ഒഴുകി പോവുകയാണ്. ആ ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ രാജീവിനോട് എനിക്ക് നന്ദിയുണ്ട്. അതുപോലെ ഇടപ്പള്ളിയിലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സഹകരിച്ച നമ്മുടെ ഉമാ തോമസ് MLA, അവർ വളരെ നല്ലൊരു സഹകരണമായിരുന്നു. അവരത് കുരുക്കഴിക്കണം എന്നതിൽ ഉമാ തോമസിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അതിന് ഞാൻ മുന്നോട്ട് വെച്ച ആശയം മാഡം സ്വീകരിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആലുവയിലേക്ക് വരാം. ആലുവയിലേക്ക് പറവൂർ കവല ഒരു വലിയ പുലിവാലായിരുന്നു. അത് പറവൂരേക്ക് പോകുന്നവരെല്ലാം ലെഫ്റ്റ് ഫ്രീ ആക്കിക്കൊണ്ട് അത് ഫ്രീ ആക്കി വിട്ടു. പക്ഷേ അവിടെ കുറച്ച് റോഡ് അത്ര സുഗമമല്ല എന്നുള്ളത് കൊണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് 43 ലക്ഷം രൂപ അടിയന്തരമായി നാഷണൽ ഹൈവേക്കാർക്ക് കൊടുക്കും. അത് വെച്ചുകൊണ്ട് ആ ട്രാക്ക് ശരിയായാൽ അവിടെ വളരെ ക്ലിയർ ആവും. ആലുവയിലെ കുരുക്കഴിച്ചു. ആലുവ പാലത്തിലൂടെ തന്നെ കയറി വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ കുരുക്കഴിക്കുകയായിരുന്നു. ഇടപ്പള്ളിയിലും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലെഫ്റ്റ് ട്രാക്കിൽ വരുന്നവരെ സ്ട്രെയിറ്റ് പോകാൻ അനുവദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നെടുമ്പാശ്ശേരിയിലാണ്. നെടുമ്പാശ്ശേരി നമ്മൾ ചെല്ലുമ്പോൾ റെഡ് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ തൃശ്ശൂരേക്ക് പോകാനുള്ളവരും പാലക്കാടേക്ക് പോകാനുള്ളവരും നെടുമ്പാശ്ശേരിക്ക് പോകാനുള്ളവരെല്ലാം ഈ ലൈനിൽ കെട്ടിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇടത്തുവശത്തെ ട്രാക്ക് ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു ആശയമാണ്. അതങ്ങനെ ഫ്രീ ആക്കി കൊടുത്തപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷേ അത് ഫലത്തിൽ വളരെ ഗുണം ചെയ്തു. കാരണം നെടുമ്പാശ്ശേരിയിലേക്ക് വിമാനം കയറാൻ പോകുന്നവർക്ക് ലൈറ്റിൻ്റെ ടൈം കൂട്ടി കൊടുത്തു. അപ്പോൾ അവർക്ക് പോകുന്നവർക്കാണ് തിരക്ക്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവർക്ക് അത്ര തിരക്കില്ല, അവർ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ പോകുന്നവർക്ക് ഫ്ലൈറ്റ് പിടിക്കാനുള്ളൊരു തിരക്കുണ്ട്. ആ തിരക്കിൽ ഒരുപക്ഷെ ഇവരെല്ലാം ഈ ക്യൂവിൻ്റെ ഏറ്റവും പുറകിലായിരുന്നു. പക്ഷേ ഇന്ന് തൃശ്ശൂരേക്ക് പോകുന്ന വണ്ടികൾ, പാലക്കാട് വടക്കൻ ജില്ലകളിലേക്ക് പോകുന്ന എല്ലാ വണ്ടികളും ലെഫ്റ്റിലൂടെ ഒരു ലാംഗ് ഫ്രീ ആക്കി വിട്ടതോടുകൂടി എല്ലാ ഹെവി വെഹിക്കിൾസും മറ്റു വാഹനങ്ങളും അതുവഴി മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നെടുമ്പാശ്ശേരിക്ക് തിരിയാനുള്ളവർ മാത്രമാണ് ലൈറ്റിൽ കാത്തു നിൽക്കുന്നത്. ആ ലൈറ്റിൻ്റെ സമയം കൂട്ടി കൊടുത്തുകൊണ്ട് നെടുമ്പാശ്ശേരിയിലേക്ക് കൂടുതൽ വണ്ടിക്ക് തിരിഞ്ഞു പോകാൻ കഴിയുന്നത് ഒരു വലിയ സൗകര്യം തന്നെയാണ്. ഞാൻ അവിടെ നേരിട്ട് പോയി അത് അനുഭവിക്കാനിടയായി. അതുപോലെ അങ്കമാലിയിൽ ഇതുപോലെ കുരുക്കായിരുന്നു. അങ്കമാലിയിൽ നമ്മൾ ഈ ലൈറ്റിൻ്റെ ടൈം മെയിൻ റോഡിൽ കൂട്ടി കൊടുക്കുകയാണ്. മെയിൻ റോഡിൽ കൂട്ടി കൊടുത്തതിന് ശേഷം അങ്കമാലിയിൽ 400ഓളം ബസ്സുകൾ എല്ലാ ദിവസവും അങ്കമാലിയിൽ ഈ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. പ്രൈവറ്റ് ബസ്സുകൾ ഒരു കാര്യവുമില്ലാതെ രാവിലെ മുതൽ രാത്രി വരെ സ്റ്റാൻഡിൽ വന്നതിന് ശേഷം 2.5 കിലോമീറ്റർ അധികമായി ഓടി ഈ റോഡ് ക്രോസ് ചെയ്യും. 400 ബസ്സുകൾ ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ റോഡിൽ വലിയൊരു കുരുക്കുണ്ടാകും. അപ്പോൾ ആ കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും മാത്രം പ്രൈവറ്റ് ബസ് ക്രോസ് ചെയ്താൽ മതി. അത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഉടമകൾ ഒരു പരാതി പറഞ്ഞു, 2.5 കിലോമീറ്റർ ഞങ്ങൾ ഡെഡായിട്ട് വെറുതെ ഓടുകയാണെന്നുള്ള അവർ പറയാം. അതുകൂടി സ്വീകരിച്ചുകൊണ്ട് രാവിലെ ഒരു 9:30 മുതൽ 10:00 വരെയും വൈകിട്ട് ഒരു 4:30 മുതൽ 5:00 വരെ ഓഫീസ് വിടുന്ന സമയമാണ്. സിവിൽ സ്റ്റേഷൻ അവിടെയുണ്ട്. അത് കണക്കാക്കി ആ സമയത്ത് മാത്രം വണ്ടികൾ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്കമാലിയിലെ കൂടിക്കഴിഞ്ഞത്. പിന്നെ കരയാമ്പറമ്പിൽ എത്തുമ്പോൾ അവിടെ ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് പോകുന്ന വണ്ടി ഫ്രീ ആയിട്ട് വിടാൻ. അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നു.
ആദ്യം അത് അടയ്ക്കുന്നതിനെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പക്ഷേ അത് പരിഹരിക്കുന്നതിന് ഒരു ചർച്ചിനോട് ചേർന്ന് ഒരു ഹൈവേയിലേക്ക് ഒരു പ്രവേശന കവാടം നൽകണമെന്ന് പറഞ്ഞു. അതിപ്പോൾ നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ കരയാമ്പറമ്പിലുള്ള ആ ഒരു സൈഡ് അടയ്ക്കും. അടച്ചില്ലെങ്കിൽ കരയാമ്പറമ്പ് മുതൽ അങ്കമാലി വരെ ബ്ലോക്കായിട്ട് കിടക്കാൻ, അത്രയും ദൂരം, വളരെ ദൂരം ബസ്സുകളും ആ ദൂരം അത്രയും വണ്ടി കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടം, അതുപോലെ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന വണ്ടിയുടെ ഫ്യൂവൽ, ഇതെല്ലാം നമുക്ക് വലിയ നാഷണൽ വേസ്റ്റാണ്, ദേശീയ നഷ്ടം തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമ്മളടിക്കുന്ന ഡീസൽ കത്തിപ്പോവുകയും പൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓടുന്ന സമയം എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് എറണാകുളത്ത് ഒരു ലോറിയോ ഒരു കാറോ ബസ്സോ പുറപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കണം. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ ലോറികൾ വരുന്നത്. അത് വാളയാർ കടന്ന് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിഷ്കാരം കൊണ്ടുവന്നത്. കൊരട്ടിയിൽ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. റോഡിൻ്റെ പണി നടക്കുന്നുണ്ടുള്ള ഒരു കാലതാമസമാണ്. പോട്ടയിലും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ഭാഗത്തും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും അവിടുത്തെ MLA യും വളരെ കാര്യമായി സഹായിച്ചു. അവിടെ ആദ്യം ഒരു എതിർപ്പ് പറഞ്ഞെങ്കിലും പോട്ടയിൽ അതിനുശേഷം ഞാൻ സന്ദർശിച്ചതിന് ശേഷം 2 മരണങ്ങൾ സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം അത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട പ്രകാരം പോട്ടയിൽ ഒരു അണ്ടർപാസ് നിർമ്മിക്കാൻ 48 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് നേരിട്ട് കത്തെഴുതുകയും അദ്ദേഹത്തോട് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 48 കോടി രൂപയാണ് പോട്ടയിലൊരു അണ്ടർപാസ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട ജനങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. ആ പ്രാദേശികമായി ഇതിനോട് സഹകരിച്ച ജനപ്രതിനിധികൾ, ആലുവ MLA അൻവർ സാദത്ത്, അതുപോലെ ചാലക്കുടി MLA, അങ്കമാലി MLA, ഇവരെല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാലടിയിൽ ഇതുപോലെയാണ്. കാലടിയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ നൽകിയൊരു പരാതിയാണ്. ഞാൻ ഇത്തരത്തിൽ കുരുക്കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത കണ്ടപ്പോൾ കാലടിയിലെ റെസിഡൻസ് അസോസിയേഷൻ എന്നെ സമീപിച്ചു. പഞ്ചായത്തും അതിനോട് സഹകരിച്ചു. ഞാൻ അവിടെ പോയി കണ്ടു. അതാണ് കാലടി ഒരു ഡിവൈഡർ വെച്ചിരിക്കുന്നത്. ഡിവൈഡർ വെച്ചുള്ള ഈ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാൻ സ്പോൺസർഷിപ്പിലൂടെയും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചും ഇത്തരം പരിഷ്കാരങ്ങളെ സ്ഥിരപ്പെടുത്തുമ്പോൾ അത് സുഗമമായൊരു യാത്ര ഉറപ്പാക്കും. അടുത്തതായി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് വൈറ്റിലയാണ്. വൈറ്റിലേക്ക് വേണ്ടി ഞാനൊരു പ്ലാൻ അവിടെ നിന്ന് സൈറ്റിൽ നിന്ന് കണ്ടാലും എൻ്റെ യാത്ര ചെയ്യുമ്പോഴുള്ള പരിചയം മാത്രമല്ല, സൈറ്റിൽ ഇറങ്ങി നിൽക്കുമ്പോൾ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഇതൊക്കെ വേൾഡ് വൈഡായിട്ട് പഠിക്കാനൊക്കെ വലിയ ഇൻ്റർനാഷണൽ ഏജൻസിയൊക്കെ കൊണ്ടുവരാം, പഠിക്കാൻ കൊടുക്കാം, 1 വർഷം പഠിക്കാം, നടത്താതിരിക്കാം. പക്ഷേ ഇതൊന്നും ചെയ്തില്ല. വെറും ഒരു സാധാരണക്കാരായ ഡ്രൈവറുടെ പ്രായോഗിക ബുദ്ധി മാത്രമേ ഞങ്ങൾ പ്രയോഗിച്ചുള്ളൂ. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് വരച്ചു കൊടുത്ത ഈ ചിത്രം വെറും അതുവഴി വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സാധാരണ ഡ്രൈവറുടെ മനോഭാവം, ഒരു യാത്രക്കാരൻ്റെ മനോഭാവം മാത്രമാണ്. അതിൽ നിന്നുണ്ടായ പ്രാക്ടിക്കൽ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായ പരിഷ്കാരങ്ങളെ ഫലിക്കുകയുള്ളൂ. അല്ല തിയറിറ്റിക്കായിട്ടുള്ള പരിഷ്കാരങ്ങൾ എളുപ്പമല്ല. ഒരു പക്ഷേ ഈ എടപ്പള്ളിയിലെ 4 മൂലയും അടച്ച് എല്ലാവർക്കും ലെഫ്റ്റ് ഫ്രീ കൊടുക്കുകയും സ്ട്രെയിറ്റായിട്ട് ഗുരുവായൂർ ഭാഗത്തേക്ക് വണ്ടി പോകാൻ അനുവദിക്കുകയും യു-ടേണുകൾ വയ്ക്കുകയും ചെയ്തതോടുകൂടി ഈ കുരുക്കഴിഞ്ഞു. വേണമെങ്കിൽ ഇത് കോടാനുകോടി ചെലവഴിച്ച് ഒരു അണ്ടർപാസ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്കൊരു വലിയ കലാപരിപാടി ആരംഭിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടിയില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ സൂചി കൊണ്ടെടുക്കാവുന്നതിനെ JCB കൊണ്ട് എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതിപ്പോൾ നമ്മൾ സൂചി കൊണ്ടങ്ങ് എടുത്തു. വളരെയധികം സഹായിച്ചു. രാജീവ് മിനിസ്റ്റർ, അവരുടെയൊക്കെ സഹകരണം, MLA-മാരുടെ സഹകരണം, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, ആലുവ മുനിസിപ്പാലിറ്റി, ചാലക്കുടി മുനിസിപ്പാലിറ്റി, അവരുടെയൊക്കെ ഒരു സഹകരണം വളരെ നല്ലതാണ്. അവിടുത്തെ കൗൺസിലർമാരും ചെയർമാൻമാരും ഒക്കെ നമ്മളോട് സഹകരിച്ചു. എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അതിലുപരിയായി യാത്രക്കാരായ ആളുകൾ നമ്മളതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫീഡ്ബാക്കുകൾ അറിയിക്കണം. നമുക്ക് ഏത് കാര്യം പറഞ്ഞാലും കുറ്റം പറയാൻ ആളുണ്ടാവും. പക്ഷേ ഇതിൽ വലിയ കുറ്റമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ അതുവഴി പല പ്രാവശ്യം യാത്ര ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു മന്ത്രിയായിട്ടല്ല, സാധാരണ ഒരു യാത്രക്കാരനെ പോലെ എല്ലാവരുടെയും കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ കുരുക്കുകളില്ല എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ആശ്വാസം കിട്ടുമ്പോൾ, ഒരു പരിഹാരം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിൽ കളമശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പണം ചെലവഴിക്കേണ്ടി വന്നത്. അതിനുള്ള മുഴുവൻ പൈസയും ശ്രീ രാജീവ്, അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്, അദ്ദേഹം മിനിസ്റ്റർ സ്പോൺസർമാരെ കണ്ടുപിടിക്കുകയും അതുപോലെ ഈ നമ്മൾ എല്ലായിടത്തും സ്പോൺസർമാരെ കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ടുകളും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് MLA-മാരും മന്ത്രിമാരും ഒക്കെ അതിനുവേണ്ടി സഹകരിക്കുന്നു. കാലടിയിലും നമ്മൾ ഈ തുടർന്ന പരിഷ്കാരം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കിക്കൊണ്ട് കുറച്ചുകൂടി ദൂരം വ്യാപിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകും. ഈ പരിഷ്കാരങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ വേണം. ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. കളമശ്ശേരി HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് വലിയ ഒരു പ്രശ്നമായിരുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡും ദേശീയപാതയും PWD റോഡും എല്ലാം കൂടി ചേരുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുണ്ടാകുന്ന പ്രശ്നം ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഒരു ഐലൻഡ് പോലെ ഒരു റൗണ്ട് അവിടെ ഉണ്ടാക്കുക എന്ന നിർദ്ദേശം വന്നത്. ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രിയും ഞാനും അവിടെ സന്ദർശിച്ച സന്ദർഭത്തിൽ
ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുൻപിലും ആ നിർദ്ദേശം ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും അതിനോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രായോഗികമാക്കുന്നതിന് എല്ലാ വകുപ്പുകളുടെ യോഗം ചേരുകയുണ്ടായി. ദേശീയപാത അതോറിറ്റി, PWD, മെട്രോ, KSEB, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, മറ്റ് സംഘടനകൾ, മുനിസിപ്പാലിറ്റി, ജില്ലാ ഭരണ സംവിധാനം എല്ലാവരുടെയും യോഗം ചേരുകയുണ്ടായി. അവർ പദ്ധതി പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് പകരം ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട് എന്ന് കണ്ടു. അത് ചിലയിടങ്ങളിൽ പുതിയ രൂപത്തിലുള്ള കട്ട വിരിക്കേണ്ട ആവശ്യം വന്നു, ചിലയിടങ്ങളിൽ വൈഡനിങ് ആവശ്യമായി വന്നിരുന്നു, ബസ് സ്റ്റോപ്പുകൾ മാറ്റിവെക്കണം. അതെല്ലാം ഓരോ വകുപ്പുകളിൽ നിന്നും ഫണ്ട് കണ്ടെത്തി അതിന് ഭരണാനുമതി എല്ലാം ലഭിച്ചു വരുമ്പോഴേക്കും ഏറെ സമയമെടുക്കാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് അവിടെയുള്ള സ്ഥാപനങ്ങളുമായി സംസാരിച്ച് അവരുടെ സ്പോൺസർഷിപ്പ് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ സഹകരിക്കുകയുണ്ടായി. ഏകദേശം 1 കോടി രൂപയോളം വരുന്ന പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ നടപ്പിലാക്കിയത്. നമുക്ക് വളരെ നാളുകളായി നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് കളമശ്ശേരിയിലെ ഈ ഒരു HMT ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് തന്നെയായിരുന്നു. വളരെയധികം വിദ്യാർത്ഥികളും ഏകദേശം 10,000-ൽ പരം വിദ്യാർത്ഥികളും ഇതുപോലെ സീപോർട്ട് എയർപോർട്ട് റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവരും എല്ലാം HMT ജംഗ്ഷനിലെ ട്രാഫിക് മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഒരു വിശദമായ സ്ഥലപരിശോധനയും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അത് ഒരു ഒക്ടോബർ 2-ാം തീയതി ഒരു പൈലറ്റ് പ്രൊജക്ട് എന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഉണ്ടായി. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ വിസിറ്റിംഗ് ആലുവയിൽ നടന്നതിനെ തുടർന്ന് അദ്ദേഹം നിർദ്ദേശിച്ച തരത്തിൽ ആലുവയിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. താൽക്കാലികമായി ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങൾ വളരെ വിജയമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. വളരെ നല്ല കാര്യമായി ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ താൽക്കാലികമായ സംവിധാനം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് പറവൂർക്കവലയിൽ അവിടെ ഫ്രീ ലെഫ്റ്റാണ് മന്ത്രി നിർദ്ദേശിച്ചത്. അതുപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് പരീക്ഷിച്ചു. പരിപൂർണ വിജയമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവർ 24/5/2024 തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിലെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് 13/7/24 ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവരുടെയും സംയുക്ത യോഗത്തിൽ കളമശ്ശേരി മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗത്തെ ഗതാഗത കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിനോടനുബന്ധിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ഉണ്ടായി. എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വകുപ്പുകളുടെയും ഒത്തൊരുമയുടെ ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയാണിത്. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറും ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ സാറും അവരുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടി, പ്രത്യേകിച്ച് MVD ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ടോടു കൂടി ഇത് നടത്താനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലുത്.